and welcome to Star Jam with Rohini Edukula. Ekta Kapoor, Shilpa Shetty, Juhi Chawla. ഇവരൊക്കെ ബോളിവുഡിലെ ലീഡിംഗ് വിമൻ പ്രൊഡ്യൂസേഴ്സ് ആണ്. But there are less than 5 women producers in the Malayalam film industry. Today I'm going to introduce you to one such beautiful woman producer, Sandra Thomas. Thank you so much. So Sandra, tell me, where does this female power come from? എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടി ഉണ്ടാവാൻ ആഗ്രഹിക്കാത്ത ഒരു പേരൻസിന് പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ അതായത് എന്നെ ചെറുപ്പത്തിൽ എന്നെ ഇപ്പോഴും മോനെ എന്നേ വിളിക്കുകയുള്ളൂ. അപ്പം ഒരിക്കലും പെൺകുട്ടിയാണെന്ന് വിചാരിച്ചാൽ എവിടെ മാറി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അന്നേ ഞങ്ങളെ ട്രെയിൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഞാൻ തല്ലുപിടിച്ചേക്കുന്നതും ആൺകുട്ടികളായിട്ടാണ്. ഞാൻ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്സ് എല്ലാം ആൺകുട്ടികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൂപ്പിലാണ് ഇപ്പോഴും പെട്ടേക്കുന്നത്. ഇപ്പം സ്കൂളിലായിരുന്നപ്പോൾ ക്ലാസ് ലീഡറൊക്കെ ആവുമായിരുന്നു. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അന്ന് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഹൗ ഡു യു കം ടു ദിസ് കരിയർ ഓപ്ഷൻ? ഇതിലേക്ക് വരാം അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങാൻ പോവാണെന്നുള്ള ആ കരിയർ ഡിസിഷനിലേക്ക് വന്നത് എങ്ങനെയാണ്? അത് എനിക്ക് തോന്നുന്നു ആക്സിഡൻ്റലി വന്നതാണ്. ഞാൻ അതായത് ഒരു കാര്യം ചെയ്തു, സക്സസ് ആയി. രണ്ടാമത്തെ കാര്യം ചെയ്തു, അതും സക്സസ് ആയി. അപ്പോൾ എനിക്ക് ഇച്ചിരി ഓവർ കോൺഫിഡൻസ് ആയി. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും എനിക്ക് എൻ്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ആരും വേണ്ട ചെയ്യണ്ട, പെൺകുട്ടിയല്ലേ, അതിലേക്ക് ഇറങ്ങണ്ട എന്ന് പറയുന്നവരല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നാൽ നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചേനെ. പക്ഷെ ആരും അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളതാണ്. എല്ലാവരും ധൈര്യമായിട്ട് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത, എന്താ കുഴപ്പം, അങ്ങനെ ചോദിച്ചവരായിരുന്നു എല്ലാവരും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പെൺകുട്ടികൾ ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ വേണോ, എനിക്കൊരു ബാങ്കിലൊക്കെ 9 to 5 അല്ലെങ്കിൽ ഒരു ടീച്ചർ 9 to 5 ചെയ്ത് വീട്ടിലിരുന്നാൽ പോരെ എന്ന് എനിക്ക് തോന്നുന്നത്. there are a lot of girls, I'm sure, watching the show as well. അല്ലെ പാരൻസ് തന്നെ ഒരുപാട് എന്റെ പേരൻസ് ആണ് അതിനകത്ത് ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. അവര് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. ഒന്നും ചെയ്യാൻ പാടില്ല. കാര്യം ഞാൻ ബുള്ളറ്റ് ഓടിക്കും, ഞാൻ കാർ ഓടിക്കും, ഞാൻ ബസ് ഓടിക്കും, ഞാൻ ടിപ്പർ ഓടിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാം ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ ഗിറ്റാർ പഠിക്കാൻ പോയിട്ടുണ്ട്, ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാധനവും എല്ലാം ഇങ്ങനെ തോണ്ടി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ ഒരു കാര്യം അറിയാതിരിക്കാൻ പാടില്ല, എല്ലാം അറിഞ്ഞിരിക്കണം. ഒരു കാര്യത്തിൽ ആരും പിന്നോട്ട് നിർത്താൻ പാടില്ല. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ധൈര്യം വന്നത് പലപ്പോഴും ഈ റിയാക്ട് ചെയ്യണം എന്നുള്ള സമയം. ഇപ്പോൾ ഒരാൾ മിസ്ബിഹേവ് ചെയ്താലോ എന്തെങ്കിലും നോക്കിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് പോയി വീട്ടിൽ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അപ്പോഴേ റിയാക്ട് ചെയ്യണം, അപ്പോഴേ തിരിച്ച് നല്ലത് കൊടുക്കണം എന്ന്. പിന്നത്തെ കാര്യം അയാളെ കൊന്നാലും കുഴപ്പമില്ല, ബാക്കി കാര്യം പാപ്പ നോക്കിക്കോളാം എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഒരു ധൈര്യം തന്നിരുന്നു വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട്. അപ്പോൾ ആ ഒരു ധൈര്യം ആയിരിക്കാം അത്. പിന്നീടും ഞാൻ സിനിമയിലേക്ക് ഇറങ്ങുന്നെന്ന് പറഞ്ഞപ്പോഴും ധൈര്യമായിട്ട് എന്ന് പറഞ്ഞു പപ്പയും മമ്മിയും കൂടെ നിന്നു. അതേപോലെ തന്നെ ഇപ്പോൾ വിജയാണ് എൻ്റെ പാർട്ട്ണർ ആണെങ്കിലും വിജയാണെങ്കിലും അതേപോലത്തെ മോറൽ സപ്പോർട്ട് തന്നു. ഞാൻ ഒന്നും ആലോചിക്കാതാണ് ഫ്രൈഡേ എന്ന് പറഞ്ഞൊരു സിനിമയിലേക്ക് എടുത്ത് ചാടുന്നത്. അത് ഈ സിനിമ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു കാര്യമാണ്. ഇത്രയും ആണുങ്ങളെ ഒരു ദിവസം മാനേജ് ചെയ്തുകൊണ്ട് പോകേണ്ട സാധനമാണ്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഡേ ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ വരുമ്പോഴാണ്. അതുവരെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ടായിരുന്നു? ഒരിക്കലും ഞാൻ മറക്കില്ല. കാര്യം നമ്മൾ ഈ പ്രൊഡ്യൂസർ എന്നൊക്കെ പണ്ടേ കേൾക്കുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാള്, അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ മനസ്സിൽ. നമ്മൾ സെറ്റിലെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന നമ്മളാണല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ സെറ്റിലേക്ക് വരുന്നത്. സെറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ സെറ്റിലേക്ക് ഒരു ആളെന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ആദ്യത്തെ കാര്യം യൂണിറ്റിലെ ആൾക്കാർ പോലും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഒന്ന്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എല്ലാവരും. ഒറ്റ ആള് മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാവരും പുച്ഛിക്കുകയാണ്. ഇപ്പം നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ആരും ഒന്നും പറയുന്നില്ല. അപ്പം ഞാൻ ആകെ സങ്കടമായിപ്പോ. എനിക്ക് എങ്ങനെ ഇത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം അപ്പം ഞാൻ ചോദിച്ചു പൈസക്ക് വരുമല്ലോ, വൈകുന്നേരം പൈസക്ക് വരുമല്ലോ. പൈസക്ക് വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. വലക്കാര്, മീൻപിടുത്തക്കാര്, അങ്ങനെയുള്ള പിന്നെ കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഇത് കൂടാതെ യൂണിറ്റുകാർ, ലൈറ്റ് ബോയ്സ്, ഈ മേക്കപ്പ്, ആർട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വരികയാണ് ബാറ്റയ്ക്ക്. എല്ലാം കൂടെ വന്നപ്പോൾ ഇവർ പറയുന്ന സത്യമാണോ, ഇവർ വർക്ക് ചെയ്തിട്ടുണ്ടോ, ഇത് തന്നെയാണോ ഇവരുടെ ബാറ്റ, ഒരു ദിവസത്തെ ബാറ്റ, എനിക്കറിയില്ല. അപ്പം ഞാൻ ആകെ, ഒരാൾ 250 പറയുന്നു, ഒരാൾ 1050 പറയുന്നു, ഒരാൾ 750 പറയുന്നു. ഇത് സത്യമാണോ എന്താണെന്ന് എനിക്കറിയില്ല. പുല്ലിന് വരെ വില പറഞ്ഞുകൊണ്ട് വന്നേക്കാണ്. ഒരു കെട്ട് പുല്ല് അതിനകത്തുണ്ടായിരുന്നു, ഇത്രയും വില ഉണ്ടെന്ന്. അപ്പം ഞാൻ ആകെ ഫസ്റ്റ് ദിവസം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരുന്നു പോയി. സെക്കൻഡ് ഡേ മുതൽ ഞാനത് നേരിടാൻ തീരുമാനിച്ചു. എന്തും വരട്ടെ, ഞാനത് പഠിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഇത് ലേണിംഗ് ആവട്ടെ, പൈസ പോയാലും കുഴപ്പമില്ല, പഠിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഫസ്റ്റ് സിനിമയിൽ എനിക്ക് പൈസ പോയില്ല. ഞാൻ സെക്കൻഡ് ഡേ മുതൽ പിടിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഡേ എൻ്റെ കയ്യിൽ നിന്ന് പോയി, സത്യമാണ്.
സെക്കൻഡ് ഡേ മുതൽ ഞാൻ കാര്യങ്ങൾ പഠിച്ചു. ഞാൻ അതനുസരിച്ച് പാറ്റോ കോൾ ഷീറ്റ് എല്ലാം എടുത്തു. എന്നിട്ട് അതനുസരിച്ച് കൊടുക്കാൻ തുടങ്ങി. പിന്നെ എത്രയാണ് ജൂനിയർ ആയിട്ട് എല്ലാം കാര്യങ്ങൾ പഠിച്ച് അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. Not lot of producers Sandrane pole will come out and speak a lot of things, and also because Sandra ke ഞാൻ പറഞ്ഞില്ല, there are very few active women producers, so you've actually come to the limelight. So Sandra, you're an actress as well, so Sandra ku ഒരുപാട് വിഷയങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു there is that ഒരു സ്റ്റേജ് ഉണ്ട്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. there's an advantage that you have. ഇതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും കാണും, I'm sure. Okay, being Sandra herself and as a woman. Okay, അതുകൊണ്ട് വാട്ട് ഒരു സെറ്റ് ബാക്ക് പറയും സംഭവിച്ചു? അത് ഞാനൊരു ഫീമെയിൽ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് മാത്രം എനിക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന മൂവി ഒരുപാട് അതിന്റെ കഥ ഫസ്റ്റ് മിഥുൻ, ഇപ്പൊ ആടിന്റെ ഡയറക്ടറാണ് മിഥുൻ വന്ന് പറഞ്ഞതിന് ശേഷം കഥ ഇഷ്ടപ്പെട്ടു, അഡ്വാൻസ് കൊടുത്തു. അത് കഴിഞ്ഞ് മിഥുൻ പറഞ്ഞ ഡയറക്ടറെ വെച്ചു, അവർക്ക് അഡ്വാൻസ് കൊടുത്തു, അവരെ ഇരുത്തി എഴുതിപ്പിച്ചു, കഥ എഴുതി, ആർട്ടിസ്റ്റായി, നിവിന് അഡ്വാൻസ് കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് വിനീത് വന്നു. വിനീത് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അതൊരു പ്രോജക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകെ വേറെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വരാൻ തുടങ്ങി. അപ്പം നമ്മൾ ആറ്റുനോറ്റ് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ്. അന്ന് നമ്മൾ ചെറിയ ബാനറാണ്. ഫ്രൈഡേ കഴിഞ്ഞ് സക്രിയൊന്നും തുടങ്ങിയിട്ടില്ല, സക്രിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്, സിനിമകളുണ്ട്, പക്ഷെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഒരു പടം മാത്രം കഴിഞ്ഞ ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ ഒരു ദിവസം ഞാൻ ഓഫീസിൽ സാൻഡ്ര ഇവിടെ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചിട്ട് അതിൻ്റെ ഡയറക്ടറും റൈറ്ററും കൂടെ ഓഫീസിലേക്ക് വരികയാണ്. വന്ന് അന്നൊരു വിമൻസ് ഡേ ആണ്, March 8th. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് സാൻഡ്രയുടെ കൂടെ പ്രോജക്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ റീസൺ, എന്താ റീസൺ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല എന്താണേലും പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ എൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് ചെയ്യത്തില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. കുറേ ചോദിച്ചു കഴിഞ്ഞപ്പം ആദ്യം അവർ ഭയങ്കരമായിട്ട് ചൂടായി, എന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കാം ഭയങ്കരമായിട്ട് ആദ്യം ചൂടായി എന്നെ അടിക്കാൻ വരുന്ന പോലെയൊക്കെ വന്നു. എനിക്ക് പെട്ടെന്ന് സങ്കടമാണ് വന്നേ. എനിക്ക് പെട്ടെന്ന് ഒരു പ്രോജക്റ്റ് അത്രയും നമ്മൾ ഇതായിട്ട് വന്നൊരു പ്രോജക്റ്റ് പോകുന്ന കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ അപ്പോഴാണ് ഒരു എന്താ പറയാ, ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ ഇവരെന്തുകൊണ്ടാണ്, അപ്പൊ എന്റെ എന്തോ പ്രശ്നമായിട്ടാണ് ഇവർ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാൾ ഇറങ്ങിപ്പോയി, താല്പര്യമില്ല എന്താന്ന് ചോദിക്കുമ്പോ ഇല്ല ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ പിള്ളേരുടെ പടമൊക്കെ എടുത്ത് നടക്കുകയല്ലേ, നിങ്ങൾ പിള്ളേരുടെ പടമൊക്കെ എടുക്കുന്നവരുടെ കൂടെ ഞങ്ങൾക്ക് പടം ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങളുടെ പടം ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ അവർ പറഞ്ഞു, നിവിൻ പോളിക്ക് ഫ്രൈഡേ ഫിലിം ഹൗസ് പോലെ ഒരു ചെറിയ ബാനറുമായിട്ട് പടം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. വലിയ ബാനേഴ്സ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ചെറിയ ബാനറുമായിട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഇൻസൾട്ടായി. അന്ന് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിവിൻ എൻ്റെ അടുത്ത് അത് പറയട്ടെ, അങ്ങനെ നിവിന് ചെറിയ ബാനറിൽ പടം ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് ആണെങ്കിൽ നിവിൻ പറയട്ടെ, നല്ല കഥയല്ല നല്ല സിനിമയല്ല നോക്കുന്നത്, ബാനർ നോക്കി മാത്രമാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ നിവിൻ പറയും. ഞങ്ങളുടെ ബാനറിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടർ സിനിമ ചെയ്യുന്നുണ്ട്, അപ്പൊ നിവിൻ പോളിക്ക് എന്താ ചെയ്താൽ ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് തന്നെ നിവിനെ വിളിച്ചു, പക്ഷെ നിവിൻ ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തെ ആ ഒരു ദിവസമാണ് എനിക്ക് തോന്നുന്നു എന്നെ ഭയങ്കരമായിട്ട് തളർത്തിയ ഒരു ദിവസമായിരുന്നു. പിന്നീട് അത് വലിയ ഇഷ്യൂ ആയി. അവർ പിന്നെ രണ്ടുപേരും അപ്പോളജി ലെറ്ററൊക്കെ എനിക്ക് തന്നു. അതൊക്കെ പിന്നീട് സോൾവ് ആയി പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പം ആട് അതിന്റെ റൈറ്റർ തന്നെയാണ് ആട് ചെയ്തേക്കുന്നത്, സോൾവ് ആയി. പക്ഷെ എന്നാൽ പോലും ഞാൻ ആ 2 അപ്പോളജി ലെറ്ററും എൻ്റെ ഓഫീസിൽ കയറി വന്നാൽ കാണാം, ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടില്. അതെ, കൊള്ളാലോ. Okay, let's come to your latest film. കുറച്ചുകൂടെ പോസിറ്റീവ് കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ആട് എന്ന് പറയുന്ന സിനിമയിലേക്ക് നിങ്ങൾക്ക് പറയാം. How is it doing? എന്താണ് അതിന്റെ റിവ്യൂസ്? ആട് ആക്ച്വലി ഒരു ഫൺ മൂവിയാണ്. ഇപ്പം കുറച്ച് മനസ്സ് തുറന്ന് ചിരിച്ച് അങ്ങനെയൊക്കെ ഒരുപാടൊന്നും ആലോചിക്കരുത് സിനിമ എന്നുള്ളത്. ഇങ്ങനെ വേണം, അങ്ങനെ ലോജിക്ക് വേണം, ഇങ്ങനെ വേണം, അങ്ങനെയൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഒരു ഫൺ സിനിമയാണ്. നമുക്ക് ചുമ്മാ മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റും. എല്ലാം സിമ്പിൾ തമാശകളാണ്, ഒന്നും നമുക്ക് ആലോചിച്ച് ചിരിക്കേണ്ടതൊന്നുമല്ല. നമ്മൾ അറിയാതെ ചിരിച്ചു പോകുന്ന തമാശകളുള്ള ഒരു സിനിമ. പിന്നെ ഒരു പ്രത്യേക ഫോർമാറ്റിലുള്ളൊരു സിനിമയാണ്. ഒരു പരീക്ഷണമൊന്നും കൂടെ വേണം ഗൈ റിച്ചി ഫോർമാറ്റിലുള്ള ഒരു മൂവിയാണ്. അപ്പം ഒരുപാട് ക്യാരക്ടേഴ്സ് സിനിമയിൽ ത്രൂ ഔട്ട് വന്നു പോകുന്നുണ്ട്. അതിലൊരു ക്യാരക്ടർ ഞാനും ചെയ്തിട്ടുണ്ട്. വന്നു പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് ഞാൻ
ഒരിക്കലും ഒരു ആക്ട്രസ് അല്ല, ഞാൻ അഭിനേത്രിയായിട്ട് അറിയപ്പെടാനും ആഗ്രഹിക്കാത്ത ഒരാളാണ്. പക്ഷെ എന്നാ പിന്നെ ഇത്ര കലക്കി അഭിനയിക്കരുതായിരുന്നു ആമേനില്. അങ്ങനെ അറിയപ്പെടാൻ വളരെ തെമ്മാടിയായിട്ട്. You shouldn't have done that. You've done really well in that film. താങ്ക് യു. പക്ഷെ ആമേൻ അത് ആമേൻ ചെയ്ത ആമേൻ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന മൂവി. അപ്പം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ലിജോ വിളിച്ചിട്ട് പറഞ്ഞു ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നു പറഞ്ഞപ്പോൾ പിന്നെ അതും കൂടെ നോ പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അഭിനയിച്ച. പക്ഷെ ആമേൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്താ പറയുക ആളുകൾ എന്നെ ശരിക്കും തിരിച്ചറിയാൻ തുടങ്ങിയതും. എല്ലാവരും ഇപ്പം മോളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മറിയാമ്മ ആമേൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അതിപ്പോഴും വരുന്നുണ്ടെന്നുള്ളതാണ്. ആമേനിലെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ മെയിൽ ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു കൂടുതലും സാൻഡ്രയുടെ ആമേനിലെ ക്യാരക്ടർ കണ്ടിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഒരു 40+ ആളുകളാണ് കൂടുതൽ പേര്.